നമസ്കാരം. ഒന്ന് ഓവറായാലല്ലേ ആളുകൾ ശ്രദ്ധിക്കൂ എന്ന ഒരു പ്രസ്താവനയ്ക്ക് സമമായിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റിലെ പ്രകടനം. രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും രാഹുൽ ഗാന്ധിയുടെ ഫാൻസ് അസോസിയേഷൻ അംഗങ്ങൾ പാർലമെൻറ്റിലിരുന്ന് കൈയടിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത് ഉഷാറാക്കുകയാണ് സാധാരണ പതിവ്. ഈ രാഹുൽ ഗാന്ധിക്ക് ഈ പറയുന്ന പ്രസംഗത്തിന് ഏറ്റവും ഒടുവിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു മറുപടിയുമുണ്ട്. ഇത് തന്നെയായിരിക്കും കഴിഞ്ഞ 10 കൊല്ലമായി നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചില വിവാദപരമായ പ്രസ്താവനകളാണ് ഇന്ന് പാർലമെൻറ്റിൽ നടത്തിയത്. അദ്ദേഹം ശിവഭഗവാന്റെ ചിത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഹിന്ദുക്കൾ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നവരാണ്, ഹിന്ദുവിൻ്റെ പേരിൽ ഇവിടെ ചില അക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തി. തീർച്ചയായും അതൊരു മതവിഭാഗത്തെ അടച്ചധിക്ഷേപിക്കുന്നതാണ് എന്ന രീതിയിൽ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ അതിനുശേഷവും സ്പീക്കർ പലതവണ ഇത്തരത്തിലുള്ള ചിത്രങ്ങളോ പ്ലക്കാർഡുകളോ ഇങ്ങനെ ഉയർത്തിക്കാട്ടുന്നത് സഭയുടെ നിയമാവലിക്ക് വിരുദ്ധമാണ് എന്ന് ഓർമ്മിപ്പിച്ചിട്ട് പോലും സ്പീക്കറുടെ റൂളിംഗ് പോലും വകവയ്ക്കാതെയാണ് രാഹുൽ ഗാന്ധി പലതവണ ചിത്രങ്ങൾ എടുത്ത് ഉയർത്തിയത്. മാത്രമല്ല, ഹിന്ദുക്കളുടെ മാത്രമല്ല, പല മതവിഭാഗങ്ങളുടെയും മതചിഹ്നങ്ങൾ അദ്ദേഹം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഹിന്ദുക്കൾ ഇവിടെ അക്രമത്തിന് പ്രേരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അക്രമം നടത്തുകയാണ്, ഹിംസ നടത്തുകയാണ് എന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും നടത്തി. എന്തായാലും സ്നേഹത്തിൻ്റെ കട, വിദ്വേഷം, ഇതൊക്കെയുള്ള വാക്കുകൾ നിറഞ്ഞതായിരുന്നു പതിവ് പോലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. പക്ഷേ അദ്ദേഹം ഒരു മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. അതിനെതിരെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ മന്ത്രിമാർ രംഗത്ത് വന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അത് കൃത്യമായി എടുത്തു പറഞ്ഞു. അഭയമുദ്രയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം നീക്കങ്ങൾ അത് ശരിയല്ല എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. ഈ രാഷ്ട്രത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് അറിയാഞ്ഞിട്ടാണ്, ഒരു ജനതയെ മുഴുവൻ ഈ രീതിയിൽ അടിച്ചമർത്തുന്നത് ശരിയല്ല എന്ന് പല പ്രാവശ്യം ഇടപെട്ടുകൊണ്ട് അമിത്ഷായും അതോടൊപ്പം തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പറഞ്ഞു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള പ്രസംഗവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദാനി വന്നു, അംബാനി വന്നു, ഗുജറാത്തിൽ ഇതാ അടുത്ത് കോൺഗ്രസ് വിജയിക്കാൻ പോകുന്നു എന്ന ഒരു സ്വപ്നം പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ അയോധ്യയിൽ BJPയെ പരാജയപ്പെടുത്തി. ഈ രീതിയിലുള്ള പല ആക്ഷേപങ്ങളും, പ്രത്യേകിച്ചും ഇന്ന് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് ഹിന്ദുക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. ഇത് ഭരണപക്ഷം എടുത്തുകാട്ടിയപ്പോൾ താൻ ഹിന്ദുക്കളെ അല്ല പറഞ്ഞത്, ഹിന്ദുക്കളുടെ മുഴുവൻ പ്രാതിനിധ്യം BJPക്കോ RSSനോ ഇല്ല, ഞാൻ BJPയെയും RSSനെയും കുറിച്ച് മാത്രമാണ് പറഞ്ഞത് എന്നൊരു വിശദീകരണം പിന്നീട് രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്തായാലും ഇതൊരു ജിഹാദികളുടെ ലൈനാണ്. അതായത് ആദ്യം BJPയെ പറയുക, പിന്നീട് അത് ഹിന്ദുത്വത്തിന് നേരെ തിരിക്കുക. ഇതൊക്കെ ഒരു ജിഹാദികളുടെ ലൈനാണ്. പക്ഷേ ഈ ലൈനാണ് ഇന്ന് രാഹുൽ ഗാന്ധി പുറത്തെടുക്കാൻ ശ്രമിച്ചത്. നടന്നത് രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയാണ്. ഈ ചർച്ചയിൽ എന്തെങ്കിലും രാഷ്ട്രപതി പറഞ്ഞതിനെക്കുറിച്ച് 2 വാക്ക് പറയൂ എന്ന് സ്പീക്കർ പലതവണ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ പലരും വിപക്ഷി നേത എന്ന് പറഞ്ഞ് കളിയാക്കി വിളിക്കുക കൂടി ചെയ്തു. ഭരണഘടനയും അതുപോലെ തന്നെ ജനാധിപത്യവും ചേർന്ന് നരേന്ദ്രമോദിയെ ഇതാ പാഠം പഠിപ്പിച്ചിരിക്കുന്നു എന്നുവരെ രാഹുൽ ഗാന്ധി പറഞ്ഞു വച്ചു. അതിന് നരേന്ദ്രമോദി ആ ക്ഷണത്തിൽ തന്നെ എണീറ്റു മറുപടി പറയുകയുണ്ടായി. അതായത് ജനാധിപത്യവും ഭരണഘടനയും എന്നെ പാഠം പഠിപ്പിച്ചു, ശരിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രതിപക്ഷ നേതാവിനെ ഗൗരവമായി കാര്യത്തിലെടുക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഭരണഘടന പാഠം പഠിപ്പിച്ച നരേന്ദ്രമോദി ഭരണപക്ഷത്തും രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പ്രതിപക്ഷത്തും ഇരിക്കുന്നുവെന്ന് ചിന്തിക്കണമെന്ന വളരെ അർത്ഥഗർഭമായ വാക്കുകളാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്തായാലും ഇന്ന് രാഹുൽ ഗാന്ധി വ്യക്തിപരമായി പ്രധാനമന്ത്രിയെയും മറ്റും ആക്രമിക്കാനാണ് ശ്രമിച്ചത്. അത് തീർച്ചയായും അല്പം സീറ്റ് കൂടുതൽ കിട്ടിയതിൻ്റെ ഒരു ബലത്തിലുള്ള നെഗളിപ്പാണ്. എന്തായാലും അത് തന്നെ പറഞ്ഞു വയ്ക്കണം. കാരണം രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രിക്ക് നേരെ ആക്ഷേപങ്ങൾ വ്യക്തിപരമായി ചൊരിഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം വലിയ തിരിച്ചടി രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ലൈനാണ് ഇനി അങ്ങോട്ട് 5 വർഷവും രാഹുൽ ഗാന്ധി പയറ്റാൻ പോകുന്നത് എങ്കിൽ തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ കാര്യം തീരുമാനമായി എന്ന് തന്നെ പറയണം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599.
ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.